വെൽക്കം ടു QA ഫോക്കസ്. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിനകത്ത് റിലേഷൻ ബിറ്റ്വീൻ സസെപ്റ്റബിലിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിലേഷൻ ബിറ്റ്വീൻ chi and mu r. Mu r is the relative permeability and chi is the susceptibility. നമ്മളൊരു സോളിനോയിഡ് കൺസിഡർ ചെയ്യുന്നു. ആ സോളിനോയിഡിൽ കൂടി ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ സോളിനോയിഡിൻ്റെ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുന്നത് H ആണ്. ഇതിൻ്റെ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുന്നത് H ആണ്. ഈ സോളിനോയിഡിനകത്തായിട്ട് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഇതിനകത്തോട്ട് കൊണ്ടുവച്ചു. ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഈ സോളിനോയിഡിനകത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് മെറ്റീരിയലിന് ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് H ആണെന്ന് പറഞ്ഞു. കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഈ മാഗ്നറ്റിക് മെറ്റീരിയലിനും എന്ത് പ്രോപ്പർട്ടി കിട്ടും? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. ഇതിനും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. അപ്പം ഇതിന് കിട്ടുന്ന മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് M ആണ്. M മാഗ്നറ്റൈസേഷനാണ് ഇതിന് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി അവിടെ വരുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് μ0 H പ്ലസ് μ0 Mന് ഈക്വൽ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ആ സോളിനോയിഡിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇതെന്ന് പറയുന്നത് ആ മാഗ്നറ്റിക് മെറ്റീരിയലിന് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡും. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് μ0 H പ്ലസ് μ0 M ആയിരിക്കും. ഒരു സോളിനോയിഡ് ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അവിടുത്തെ മാഗ്നറ്റൈസിങ് ഫീൽഡ്, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുന്നത് H ആണ്. അതിനകത്തേക്ക് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ വെച്ചു. ആ മാഗ്നറ്റിക് മെറ്റീരിയലിന് കുറച്ച് കഴിയുമ്പോൾ ഒരു മാഗ്നറ്റൈസിങ് പവർ കിട്ടും. അതിൻ്റെ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് M ആണ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് μ0 H പ്ലസ് μ0 M ആയിരിക്കും. ദാറ്റ് ഈസ് B ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു μ0 നമ്മൾ കോമൺ ആയിട്ട് അങ്ങ് പുറത്തേക്ക് എടുത്തു. ബാക്കി H പ്ലസ് M എന്ന് കിട്ടും. ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് നമ്മൾ H കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുവാണ്. ഇതിനെ ത്രൂ ഔട്ട് H കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ബൈ H. B by H is equal to μ0 into H by H വരും, M by H വരും. ഓക്കെ ആണോ? ഇനി B by H എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ആണ്. പെർമിയബിലിറ്റി mu ആണ്. ദാറ്റ് ഈക്വൽ μ0 ഇൻറ്റു H by H 1 വരും പ്ലസ് M by H. M by H എന്ന് പറയുന്നത് സസെപ്റ്റിബിലിറ്റി കൈ ആണ്. M by H എന്ന് പറയുന്നത് സസെപ്റ്റിബിലിറ്റി ആണ്. നമുക്കറിയാം മ്യൂ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം എന്ന് പറയുന്നത് μ0 ഇൻറ്റു μr ആണ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഇൻറ്റു റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം നമുക്ക് 1 പ്ലസ് കൈ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാന്ന് പറയാം? μrന് ഈക്വലാന്ന് പറയാം. അതായത് μ ഈക്വൽ ടു μ0 μr ആണ്. ദാറ്റ് മീൻസ് μr ഈസ് ഈക്വൽ ടു 1 plus chi. This is the relation connecting μr and chi. μrഉം കൈയുമായിട്ടുള്ള റിലേഷൻ ഇതാണ്. ക്ലിയർ ആയോ? അതായത്
ഒരു സോളിനോയിഡിനകത്ത് ഒരു അയൺ കോറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളവിടെ എന്തും കൂടി കൺസിഡർ ചെയ്യണം, അവിടുത്തെ റിലേറ്റീവ് പെർമിയബിലിറ്റിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. റിലേറ്റീവ് പെർമിയബിലിറ്റിയും കൂടി കൺസിഡർ ചെയ്യണം. മ്യൂ ഈക്വൽ ടു μ0 μr ആണ്. അല്ലെങ്കിൽ μr ഈസ് ഈക്വൽ ടു 1 പ്ലസ് കൈ, 1 പ്ലസ് സസെപ്റ്റിബിലിറ്റി ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ഈക്വൽ ടു 1 പ്ലസ് സസെപ്റ്റിബിലിറ്റി ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്, പഠിച്ചിട്ടോണം കേട്ടോ, പഠിച്ചേക്കണേ. ഓക്കെ, താങ്ക് യു. അപ്പം ഇനി ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും ഷോർട്ട് നോട്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക് യു.